എൻ്റെ എല്ലാ സുഹൃത്തുക്കൾക്കും നല്ലൊരു ദിവസം ആശംസിക്കുന്നു. അങ്ങനെ എൻ്റെ ഇന്നത്തെ കുഞ്ഞു വീഡിയോയിലോട്ട് എല്ലാവർക്കും സ്വാഗതം. രാവിലത്തെ നല്ലൊരു കാഴ്ചയാണ് കേട്ടോ, വീടിൻ്റെ പുറകുവശത്തൊക്കെ കാണുന്നത്. ഇപ്പോൾ ഏത് സമയത്തും ഇതൊക്കെ തന്നെയാണ് കാഴ്ച. ഗ്രാമത്തിലായാലും നഗരത്തിലായാലും ഒക്കെ ഇത് ഇങ്ങനെ സർവ്വസാധാരണമായ കാഴ്ചയായതുകൊണ്ട് ആരും ഇതൊന്നും ഗൗനിക്കുന്നില്ല. അതുകൊണ്ട് ഇവർക്ക് ആരെയും ഒരു പേടിയുമില്ല. ഇവരിങ്ങനെ നമ്മൾ തൊട്ടടുത്തെത്തിയാലും ഇവരിങ്ങനെ പറന്ന് കളിച്ചുകൊണ്ടിരിക്കുക. അപ്പോഴാണ് ചില കാര്യങ്ങൾ ഇങ്ങനെ ഓർമ്മയിലോട്ട് വരുന്നത്. മുമ്പൊരിക്കൽ നമ്മളൊരു ന്യൂസിൽ കണ്ടിരുന്നു, ബൈക്കിൽ പോയി ഒരാളെ മയിൽ ആക്രമിച്ച് മരിച്ചു എന്നൊക്കെ. അങ്ങനെയൊക്കെ അത് ഓർമ്മയിലോട്ട് വരുമ്പോൾ വേഗം അകത്ത് കയറി ഒളിക്കുകയും ചെയ്യുന്നുണ്ട് കേട്ടോ. അതൊക്കെ കഴിഞ്ഞു വീട്ടിലുള്ള കാര്യങ്ങളാണ് കേട്ടോ. ചില ആൾക്കാരൊക്കെ ചില വീഡിയോ ഇട്ട് ഞാൻ കണ്ടിരുന്നു, നമുക്ക് മീൻ ഉണങ്ങി വീട്ടിൽ സൂക്ഷിക്കാമെന്ന്. അങ്ങനെ ഞാനും ഇന്ന് അതൊന്ന് പ്രാക്ടീസ് ചെയ്യാമെന്ന് വിചാരിച്ചു. കുറച്ച് അയല വാങ്ങിച്ചു കേട്ടോ. ഒത്തിരിയൊക്കെ വാങ്ങിച്ചാൽ പിന്നെ അതെനിക്ക് വൃത്തിയാക്കി അത് ഉണക്കിയെടുക്കാൻ പറ്റിയില്ലെങ്കിലോ എന്ന് പേടിച്ച കുറച്ചാണ് ഞാൻ എടുത്തിരിക്കുന്നത്. അത് നന്നായിട്ട് അയലയാകുമ്പോൾ വലിയ പണിയില്ലല്ലോ വൃത്തിയാക്കാൻ. അതുകൊണ്ടാണ് ഞാൻ കേട്ടോ അയല സെലക്ട് ചെയ്തത്. അങ്ങനെ ഞാൻ നന്നായിട്ട് കഴുകി വൃത്തിയാക്കി തലയും അതിനകത്തുള്ള പൂവും ഒക്കെ കളഞ്ഞെടുത്തു. അതിനുശേഷം അതിലോട്ട് കുറച്ച് ഉപ്പൊക്കെ നിറയ്ക്കുന്ന മനോഹര കാഴ്ചയാണ് കേട്ടോ. അങ്ങനെ ഉപ്പൊക്കെ നിറയ്ക്കുന്നതിന് മുമ്പ് തന്നെ ഒരു പാത്രം എടുത്തിട്ടുണ്ട് കേട്ടോ. ഒരു പ്ലാസ്റ്റിക് പാത്രമാണ്. അതോട്ട് കുറച്ച് ഉപ്പുകല്ല് ഇട്ട് കൊടുത്തു. എന്നിട്ട് ഇങ്ങനെ വൃത്തിയാക്കി വെച്ചിരിക്കുന്ന അയലയുടെ അകത്തോട്ടൊക്കെ ഞാൻ കുറച്ച് ഉപ്പിട്ടിട്ടുണ്ട് കേട്ടോ. നമുക്ക് ഉപ്പ് വേണ്ടാത്തത് കൊണ്ട് ഞാൻ കുറച്ചാണ് ഇട്ടിരിക്കുന്നത്. എന്നാൽ ഇത് ഫസ്റ്റ് ടൈമിലായതുകൊണ്ട് ഇത് മോശമായി പോകുമോ എന്നൊന്നും അറിയാത്തതുകൊണ്ട് കുറച്ചൊക്കെ ഇട്ട് ഞാൻ. അങ്ങനെ ഇത് ഫസ്റ്റ് ഒരു ലെയർ വെച്ചു. ആ ലെയറിൻ്റെ മേലെയും ഞാൻ കുറച്ച് ഉപ്പുകല്ല് വിതറി കൊടുത്തിട്ടുണ്ട് കേട്ടോ. ഫസ്റ്റ് ആകുമ്പോൾ എല്ലാം ഒന്ന് ശ്രദ്ധിക്കണമല്ലോ എന്ന് വിചാരിച്ച് ഞാൻ വീണ്ടും അയല എടുത്തിട്ട് അതിൻ്റെ അകത്തൊക്കെ നിറയെ ഉപ്പൊക്കെ ഫില്ലാക്കി കൊടുത്തിട്ടുണ്ട്. ഫില്ലാക്കി ഞാൻ വീണ്ടും അത് നന്നായിട്ട് അടുക്കി വെച്ചിട്ടുണ്ട് കേട്ടോ. അടുക്കി വെച്ച് വീണ്ടും ബാലൻസ് ഉപ്പൊക്കെ അതിൻ്റെ മുകളിലോട്ട് ഇട്ട് കൊടുത്തതിന് ശേഷം ഞാൻ അതൊക്കെ ഒന്നും കൂടിയൊക്കെ നീറ്റാക്കി വെച്ചു. അതിന് ശേഷം ഞാൻ ഇതുണ്ടോ ഈ പരുവത്തിലാണ് കേട്ടോ ഞാൻ സെറ്റ് ചെയ്ത് വെച്ചിരിക്കുന്നത്. ഞാൻ നന്നായിട്ട് അടച്ചേ. എന്നിട്ട് ഞാൻ ഫ്രീസറിൽ അല്ല കൊട്ടെ വെച്ചിരിക്കുന്നത്, ഫ്രിഡ്ജിലാണ് കൊട്ടെ വെച്ചിരിക്കുന്നത്. ഇത് വെക്കുമ്പോൾ തന്നെ എല്ലാവരോടും പറഞ്ഞേ ഇത് ഇങ്ങനെ വെച്ചിട്ടുണ്ട് കേട്ടോ, നിങ്ങളാരും എടുക്കരുതേ എന്നൊക്കെ. ആരെങ്കിലുമൊക്കെ എടുത്ത് മാറ്റിയ എന്താ മീൻ വെച്ചതെന്ന് നോക്കി എടുത്തോന്നോ വിചാരിച്ചിട്ടാണ് കേട്ടോ. അങ്ങനെ ഒരു 3 days കഴിഞ്ഞിട്ടാണ് കേട്ടോ ഞാൻ പിന്നെ ഇത് എടുത്തിരിക്കുന്നത്. ആ 3 days കഴിഞ്ഞ് എടുക്കുമ്പോൾ ഇങ്ങനെയാണ് കേട്ടോ ഈ പാത്രത്തിൻ്റെ അവസ്ഥ. ഇത് കുറച്ച് ഫിഷൊക്കെ ഡ്രൈ ആയതുപോലെ തോന്നുന്നുണ്ട്. പിന്നെ ആ വെള്ളം, മീനിൻ്റെ അകത്ത് ഓൾറെഡി വെള്ളം ഉണ്ടല്ലോ, ഉപ്പ് കല്ലിൻ്റെ വെള്ളവും കൂടി കുറച്ച് വെള്ളമായിട്ടുണ്ട്. അത് ഞാൻ സിങ്കിലോട്ട് മറിച്ച്, അങ്ങനെ സിങ്കിൽ എന്തായാലും സ്മെല്ല് വരും, വീട്ടിലുള്ളവർ തന്നെ ഓടിക്കും. അതുകൊണ്ട് ഞാൻ വേഗം സിങ്കും കഴുകി. ഫിഷിൻ്റെ പരുവ് ഇതാണ്. കുറച്ച് വെള്ളമൊക്കെ അതിങ്ങനെ പറ്റിപ്പോയത് കൊണ്ട് അതിൻ്റെ അന്ന് വെള്ളമൊക്കെ ഊർന്നു വന്നത് കൊണ്ട് അതിൽ കുറച്ച് ചുരുങ്ങി പോയിരിക്കുവാണ്. അങ്ങനെ അതൊക്കെ വീണ്ടും ഞാൻ അടച്ച് വെച്ച് ഞാൻ ഫ്രിഡ്ജിലോട്ട് വെച്ചിട്ടുണ്ട്. പിന്നെ അത് എടുക്കുമ്പോൾ എനിക്ക് തിരക്കായിരുന്നു, എനിക്കത് വീഡിയോ എടുക്കാൻ പറ്റിയില്ല. പിന്നെ ഞാൻ ഞായറാഴ്ച ദിവസമാണ് കേട്ടോ അത് എടുത്തിട്ട് അതിൻ്റെ വെള്ളമൊക്കെ നല്ലോണം ഡ്രൈ ആക്കിയതിന് ശേഷം ഞാൻ മുറ്റത്തൊരു മുറത്തിൽ പ്ലാസ്റ്റിക് വെച്ചിട്ട് അതിൻ്റെ അകത്ത് വെച്ച് ഞാൻ നന്നായിട്ട് ഒരു 2 ദിവസം ഉണക്കി കേട്ടോ. ആദ്യത്തെ ദിവസം ഉണക്കിയതുപോലെ 2 ദിവസം ഉണക്കി ഞാൻ ഇത് ഫ്രൈ ആക്കിയെടുത്തു.